Hi, company Unit 15, Company Secretary. ഈ കമ്പനിയിൽ മാനേജറിയൽ റെമ്യൂണറേഷൻ ഡിസ്കസ് ചെയ്തു, ഡയറക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് വരുന്നത് കമ്പനി സെക്രട്ടറിയാണ്. ആരെയാണ് നമ്മൾ കമ്പനി സെക്രട്ടറി എന്ന് വിളിക്കുന്നത്? അവരുടെ അപ്പോയിൻമെൻറ്റ്, ഡിസ്ക്വാളിഫിക്കേഷൻ, റിമൂവൽ, ഇതൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ആദ്യം ആരാണ് കമ്പനി സെക്രട്ടറി നോക്കാം. എ സെക്രട്ടറി is an officer of the company who is appointed to perform the ministerial or administrative duties. ഒരു കമ്പനിയുടെ മിനിസ്റ്ററിയൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ഓഫീസറാണ് സെക്രട്ടറി എന്ന് വിളിക്കുക. He is primarily concerned to ensure the affairs of the company are conducted in accordance with the provisions of the Companies Act and Memorandum of Association of the company. കമ്പനിയുടെ മെമ്മോറാൻഡവും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും അതേമാതിരി കമ്പനീസ് ആക്ടിലെ എല്ലാ പ്രൊവിഷൻസിനും എല്ലാ കാര്യങ്ങളും അത് ഫുൾഫിൽ ചെയ്തിട്ടാണ്, അതിനനുസരിച്ചിട്ടാണ് കമ്പനിയുടെ എല്ലാ അഫയേഴ്സും നടക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്ന ആളാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. ദി കമ്പനി സെക്രട്ടറീസ് ആക്ട് 1980 ഡിഫൈൻസ് എ കമ്പനി സെക്രട്ടറി ആസ് എ പേഴ്സൺ ഹു ഈസ് എ മെമ്പർ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. ഇത് ഇന്ത്യയിലെ കമ്പനീസിലുള്ള കമ്പനി സെക്രട്ടറിൻ്റെ കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം കമ്പനി സെക്രട്ടറീസ് ആക്ട് 1980 പ്രകാരം ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയിൽ മെമ്പറായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ കമ്പനി സെക്രട്ടറി എന്ന് വിളിക്കുക. ഒരു കമ്പനിയുടെ കമ്പനി സെക്രട്ടറി ആവണം എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയിൽ മെമ്പറായിട്ടുണ്ടാവണം. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് മാത്രമേ അങ്ങനെ അല്ലാത്ത ആൾക്കാരെ കമ്പനി സെക്രട്ടറി ആയിട്ട്, അതായത് കമ്പനി സെക്രട്ടറി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയിൽ മെമ്പർ അല്ലാത്ത ആൾക്കാരെ സെക്രട്ടറി ആയിട്ട് നിയോഗിക്കണം എന്നുണ്ടെങ്കിൽ അത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, നോൺ പ്രോഫിറ്റ് അസോസിയേഷൻ ആൾക്കാരും അങ്ങനെയുള്ള ഇത് വരുമ്പോൾ കമ്പനിയിൽ മാത്രമേ നമുക്ക് നിയമിക്കാനായിട്ട് പറ്റുള്ളൂ. അതായത് കമ്പനി സെക്രട്ടറി അല്ലാത്ത ആൾക്കാർ സെക്രട്ടറി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് അക്കോർഡിംഗ് ടു സെക്ഷൻ 8. ഇനി അപ്പോയിൻമെൻറ്റ് ഓഫ് ഓൾ ടൈം കമ്പനി സെക്രട്ടറി. ആരൊക്കെയാണ് കമ്പനി സെക്രട്ടറിനെ നിർബന്ധമായിട്ടും അപ്പോയിൻറ്റ് ചെയ്യേണ്ട ആൾക്കാർ? എല്ലാ ലിസ്റ്റഡ് കമ്പനീസും ഒരു കമ്പനി സെക്രട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യണം. അതേമാതിരി എല്ലാ അൺലിസ്റ്റഡ് കമ്പനീസും വിത്ത് ഷെയർ ക്യാപിറ്റൽ ഹാവിങ് ₹5 crore ഓർ മോർ, 5 crore അല്ലെങ്കിൽ അതിൽ കൂടുതലോ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിലുള്ള എല്ലാ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനികളും, അതേമാതിരി 5 crore കൂടുതൽ 5 crore അല്ലെങ്കിൽ അതിൽ കൂടുതലോ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലുള്ള എല്ലാ പ്രൈവറ്റ് കമ്പനീസും നിർബന്ധമായിട്ടും ഒരു ഫുൾ ടൈം കമ്പനി സെക്രട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യണം. ദെൻ മാനർ ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് വോൾ ടൈം കമ്പനി സെക്രട്ടറി. എങ്ങനെയാണ് നമ്മൾ ഒരു വോൾ ടൈം കമ്പനി സെക്രട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് നോക്കാം. ബോർഡ് മീറ്റിങ്ങിനകത്ത് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കണം കമ്പനി സെക്രട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട്. അതിനകത്ത് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അവരുടെ അപ്പോയിൻമെൻറ്റിന് ടേംസ് ആൻഡ് കണ്ടീഷൻസും റെമ്യൂണറേഷനും എല്ലാം ആ റെസൊല്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. ദെൻ വോൾ ടൈം കമ്പനി സെക്രട്ടറി നോട്ട് ടു ഹോൾഡ് ഓഫീസ് ഇൻ മോർ ദാൻ വൺ കമ്പനി. ഒരു കമ്പനിയിൽ കൂടുതൽ ഒരു ആൾ കമ്പനി സെക്രട്ടറി ആയിട്ട് ഒരു കമ്പനിയിൽ കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് പാടില്ല. വേണമെങ്കിൽ ഒരു ഹോൾഡിംഗ് കമ്പനീൻ്റെ സബ്സിഡറി കമ്പനിയിലൊക്കെ വേണമെങ്കിൽ വർക്ക് ചെയ്യാം. പക്ഷെ അതല്ലാതെ മോർ ദാൻ വൺ കമ്പനിയിൽ കമ്പനി സെക്രട്ടറി ആയിട്ട് അല്ലെങ്കിൽ അതല്ലാതെ വേറെ ഏതെങ്കിലും കീ മാനേജർ പൊസിഷനായിട്ടോ വർക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഹി മേ ബി അപ്പോയിൻറ്റഡ് ഡയറക്ടർ ഓഫ് എ കമ്പനി വിത്ത് ദി പെർമിഷൻ ഓഫ് ദി ബോർഡ്. കമ്പനിയുടെ ബോർഡിൻ്റെ പെർമിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സബ്സിഡറി കമ്പനിയിൽ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും കീ മാനേജർ പൊസിഷനോ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി ആയിട്ട് വേണമെങ്കിലും അപ്പോയിൻറ്റഡ് ആവാം. Vacation of office of the whole time company secretary. The resulting vacancy shall be filled up by the board at the meeting of the board within a period of 6 months from the date of such vacancy. In case ഒരു കമ്പനി സെക്രട്ടറിൻ്റെ പോസ്റ്റ് വേക്കൻ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ബോർഡ് മീറ്റിങ്ങിൽ വിത്തിൻ 6 months വേക്കൻസി വന്നിട്ട് 6 monthsനുള്ളിൽ തന്നെ ആ വേക്കൻസി മാറ്റിയിട്ട് അതിന് പകരം ആ കമ്പനി സെക്രട്ടറിക്ക് പകരം പുതിയൊരു വോൾ ടൈം കമ്പനി സെക്രട്ടറിനെ നിയമിക്കണം. Then company secretary in practice. As per section 2 subsection 2 of the Company Secretaries Act 1980, a member of the institute shall be deemed to be in practice when individually or in partnership with one or more members of the institute in practice or in partnership with members of such other recognized professions as may be prescribed. He is considered for remuneration received to be received engages himself inter alia in the practice of professional company secretaries or to. അതായത് വോൾ ടൈം കമ്പനി സെക്രട്ടറീസും പിന്നെ ഇൻ പ്രാക്ടീസ് കമ്പനി സെക്രട്ടറീസും ഉണ്ട്. വോൾ ടൈം കമ്പനി സെക്രട്ടറീസ് എന്ന് പറയുമ്പോഴത്തേനും അവരൊരു കമ്പനിയുടെ കാര്യങ്ങൾ മാത്രമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് മാത്രം അവരവരുടെ പ്രൊഫഷണൽ സർവീസ് കൊടുക്കുന്നതാണ് വോൾ ടൈം കമ്പനി സെക്രട്ടറീസ് എന്ന് പറയുന്നത്. ഇൻ പ്രാക്ടീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് അത് 2-3 കമ്പനി സെക്രട്ടറീസ് അല്ലെങ്കിൽ അതല്ലാതെ പ്രൊഫഷൻസ് ജോയിൻ ചെയ്തിട്ട്
അവരവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അയാൾ ഒറ്റയ്ക്ക് തന്നെ അവരുടെ പ്രൊഫഷണൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് ടു ബി ഇൻ പ്രാക്ടീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സെക്ഷൻ 2 സബ്സെക്ഷൻ 2-നകത്താണ്, കമ്പനി സെക്രട്ടറീസ് ആക്ടിനകത്താണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് ടു ബി ഇൻ പ്രാക്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഈ പറഞ്ഞ മാതിരി ഇൻഡിവിജ്വലി ആയിരിക്കാം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിലായിരിക്കാം, അതല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൾറെഡി ഇൻ പ്രാക്ടീസിലുള്ള വേറെ ഏതെങ്കിലും മെമ്പറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വേറെ ഏതോ റെക്കഗ്നൈസ്ഡ് ആയിട്ട് പ്രൊഫഷണൽസിൻ്റെ കൂടെയോ അവർ ഒരു കൺസിഡറേഷൻ, റെമ്യൂണറേഷൻ കൺസിഡറേഷൻ റിസീവ് ചെയ്തത്, അവർക്ക് അതിനൊരു കൺസിഡറേഷൻ റിസീവ് ചെയ്തിട്ട് അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്ത് തന്നെയാണ് ഇൻ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എൻഗേജസ് ഹിംസെൽഫ് ഇന്റർ ഏലിയ ഇൻ ദി പ്രാക്ടീസ് ഓഫ് ദി പ്രൊഫഷൻ ഓഫ് കമ്പനി സെക്രട്ടറീസ് ടു ഓർ ഇൻ റിലേഷൻ ടു എനി കമ്പനി ഓർ കമ്പനി സെക്രട്ടറീസിൻ്റെ പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഇൻ റിലേഷൻ ടു എനി കമ്പനി, ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഓഫേഴ്സ് ടു പെർഫോം സർവീസ് ഇൻ റിലേഷൻ ടു ദി പ്രൊമോഷൻ, ഫോർമേഷൻ, ഇൻകോർപ്പറേഷൻ, അമൽഗമേഷൻ, റീകൺസ്ട്രക്ഷൻ, റീഓർഗനൈസേഷൻ, വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനീസ്. അല്ലാതെ അവരുടെ സർവീസ് ഒന്ന് അല്ലെങ്കിൽ ഒന്നതാണ്, അതായത് എല്ലാം കൂടെ വേണമെന്ന് നിർബന്ധമില്ല. ഒന്നെങ്കിൽ അവരുടെ കമ്പനി സെക്രട്ടറി പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യാം ഏതെങ്കിലും കമ്പനിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ ഫോർമേഷനോ അല്ലെങ്കിൽ ഇൻകോർപ്പറേഷനോ അമാൽഗമേഷൻ, റീകൺസ്ട്രക്ഷൻ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവരവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഓഫേഴ്സ് ടു പെർഫോം സച്ച് ആസ് സർവീസസ് ആസ് മേ ബി പെർഫോംഡ് ബൈ ആൻ ഓതറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് ഒരു കമ്പനി വിത്ത് റെസ്പെക്ട് ടു ഫയലിംഗ്. അതായത് ഒരു കമ്പനി ഫോം ചെയ്യാൻ നേരത്തും അല്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം കുറേ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും പ്രസൻറ്റ് ചെയ്യാനും അറ്റസ്റ്റ് ചെയ്യാനും വെരിഫൈ ചെയ്യാനൊക്കെ ഉണ്ടാവും കമ്പനിക്ക് പകരമായിട്ട്. അതായത് ബിഹാഫ് ഓഫ് ദി കമ്പനി സെക്രട്ടറി സൈൻ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ ഡോക്യുമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ സർവീസസ് പ്രൊവൈഡ് ചെയ്യാം. അതേമാതിരി ഷെയർ ട്രാൻസ്ഫർ ഏജൻ്റ് ആവാം, ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാം, ഇഷ്യൂ ഹൗസായിട്ട് വർക്ക് ചെയ്യാം, ഷെയർ ആൻഡ് സ്റ്റോക്ക് ബ്രോക്കറായിട്ട് വർക്ക് ചെയ്യാം. അതേമാതിരി സെക്രട്ടറി, ഒരു ഓഡിറ്റർ, ഒരു കൺസൾട്ടൻ്റ് ആയിട്ടൊക്കെ ഒരു കമ്പനി സെക്രട്ടറിക്ക് പ്രാക്ടീസ് ചെയ്യാം. അതാണ് കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് എങ്ങനെയാണ് ഒരു കമ്പനി സെക്രട്ടറിനെ നമ്മൾ റിമൂവ് ചെയ്യുക. യു നോ ദാറ്റ് ദി അപ്പോയിൻമെൻറ്റ് ഓഫ് എ കമ്പനി സെക്രട്ടറി ജനറൽ ലെഡ് ബൈ ദി മീൻസ് ഓഫ് എ റെസൊല്യൂഷൻ ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടാണ് കമ്പനി സെക്രട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അതേപോലെ തന്നെ ഒരു കമ്പനി സെക്രട്ടറിനെ റിമൂവ് ചെയ്യാനുള്ള അതോറിറ്റിയും അവർക്കുണ്ട്. When a secretary is appointed, the terms and conditions of services are stated in the service agreement. ഒരു സെക്രട്ടറിനെ, കമ്പനി സെക്രട്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പം അവരുടെ അപ്പോയിൻമെൻറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം സർവീസ് എഗ്രിമെൻറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിനകത്ത് തന്നെ അവരെങ്ങനെ ഡിസ്മിസ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു ക്ലോസും സർവീസ് എഗ്രിമെൻറ്റിൽ ഉണ്ടാവും. അതിനനുസരിച്ചായിരിക്കും അവർ ഡിസ്മിസ് ചെയ്യുക. അങ്ങനെ ഡിസ്മിസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു നോട്ടീസ് ഓഫ് ടെർമിനേഷൻ അവർക്ക് മുൻകൂട്ടി തന്നെ കൊടുക്കണം. അതർവൈസ് ദി കമ്പനി ഷാൽ ബി ലയബിൾ ടു പേ കോമ്പൻസേഷൻ ടു ഹിം. അതായത് ഇങ്ങനെ മുൻകൂട്ടി തന്നെ നോട്ടീസ് ഓഫ് ടെർമിനേഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനി സെക്രട്ടറിക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. വേണമെങ്കിൽ നോട്ടീസ് ഇല്ലാതെ തന്നെ ടെർമിനേറ്റ് ചെയ്യാം. അതെന്തൊക്കെ കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്കണ്ടക്റ്റ്, നെഗ്ലിജൻസ്, ഇൻകോമ്പിറ്റൻറ്റ്, അതായത് അവരുടെ പ്രൊഫഷണൽ എത്തിക്സ് മറന്ന് എന്തെങ്കിലും ഡിസൊബീഡിയൻസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യാത്ത എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്തില്ല. അതേമാതിരി നെഗ്ലിജൻസ്, വിട്ടുകളഞ്ഞ എന്തെങ്കിലും കാര്യം പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാതെ ചെയ്തു, അത് പ്രൊഫഷണൽ ഡിസബിലിറ്റി കാണിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നോട്ടീസ് ഇല്ലാതെ തന്നെ കമ്പനി സെക്രട്ടറിനെ നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അതേമാതിരി ട്രിബ്യൂണൽ ഓർഡർ ചെയ്യുമ്പം, കമ്പനിയുടെ വൈൻഡിങ് അപ്പ് ട്രിബ്യൂണൽ ഓർഡർ ചെയ്യുമ്പം ബാക്കി എല്ലാ എംപ്ലോയീസിൻ്റെയും ജോലി പോകുന്നത് പോലെ തന്നെ കമ്പനി സെക്രട്ടറിൻ്റെയും ജോലി പോകും. അപ്പോൾ അവർക്ക് നോട്ടീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് റിമൂവൽ ഓഫ് കമ്പനി സെക്രട്ടറി. അടുത്തത് പൊസിഷൻ ഓഫ് എ കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറിക്ക് ഒരു കമ്പനിയിൽ എന്ത് പൊസിഷനാണ് ഉള്ളത്? ഒരു കീ മാനേജർ പേഴ്സണൽ എന്നാണ് ഒരു CEO, മാനേജിങ് ഡയറക്ടർ, മാനേജർ, ആ ഒരു കാറ്റഗറിയിൽ തന്നെ ആ ഒരു പൊസിഷൻ തന്നെ ഉള്ള ഒരാളാണ് കമ്പനി സെക്രട്ടറി എന്നും പറയുന്നത്. അതിനകത്ത് ഫോളോയിങ് ഹെഡിങ്സിലാണ് കമ്പനി സെക്രട്ടറി പൊസിഷൻ എങ്ങനെയാണ് ഒരു കമ്പനി എന്നുള്ളത് പറയുന്നത്. ആസ് എ സെർവൻറ്റ് ഓഫ് ദി കമ്പനി, there is a service agreement between the secretary and the company and his employment is governed by the terms and conditions of this agreement, therefore he is an employee of the company. കമ്പനി സെക്രട്ടറി തമ്മിലൊരു സർവീസ് എഗ്രിമെൻ്റ് ഉണ്ട്. അപ്പം അതൊരു കമ്പനി സെക്രട്ടറിക്കും ഒരു കമ്പനിക്കായിട്ട് എംപ്ലോയ്മെൻറ്റ് ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ്, എഗ്രിമെൻ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫോളോ ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ഫോർ ദി സെക്രട്ടറി ടു എൻഷുർ ദി എഫക്റ്റീവ് എക്സിക്യൂഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി മാനേജ്മെൻറ്റ് പോളിസീസ് ലെയ്ഡ് ഔട്ട് ബൈ ദി ബോർഡ്. ബോർഡ് പറയുന്ന മാനേജ്മെൻറ്റ് പോളിസീസും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അതിൻ്റെ എഫക്റ്റീവ് എക്സിക്യൂഷനൊക്കെ നോക്കേണ്ട ആൾ സെക്രട്ടറിയാണ്. ഹി കനോട്ട് എക്സസൈസ് ഇൻഡിപെൻഡൻറ്റ് ഡിസ്ക്രിപ്ഷൻ ഇൻ ദി വർക്ക് അസൈൻ ടു ഹിം. അയാൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം എന്തെങ്കിലും കാര്യം ചെയ്യണമെന്ന് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പാടില്ല. അതാണ് ആസ് എ സെർവൻറ്റ് ഓഫ് ദി കമ്പനി. ഇനി ആസ് ആൻ ഏജൻറ്റ് ഓഫ് ദി കമ്പനി,
കമ്പനിക്ക് വേണ്ടി കമ്പനിയുടെ ഒരു ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാം. Since the secretary is concerned with the administration of the company, he acts on behalf of the company. The duties of a secretary are ministerial and administrative in nature. നമ്മൾ പറഞ്ഞ കുറേ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കമ്പനീൻ്റെ ബിഹാഫായിട്ട് സൈൻ ചെയ്യുന്നതും ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഏജൻ്റാണ്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കമ്പനിയുടെ ഒരു ഏജൻ്റ് അല്ല സെക്രട്ടറി, കമ്പനി സെക്രട്ടറീസാണ് സൈൻ ചെയ്യുക ഒക്കെ ചെയ്യുക. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ കമ്പനിയുടെ ഒരു ഏജൻ്റായിട്ടാണ് കമ്പനി സെക്രട്ടറി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കമ്പനി സെക്രട്ടറി ഒരു മിനിസ്റ്റീരിയൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് നേച്ചറുള്ള ഡ്യൂട്ടീസാണ് കമ്പനി സെക്രട്ടറിക്കുള്ളത്. ഓൾ പോളിസി ഡിസിഷൻസ് ആർ കൺവേഡ് ബൈ ദി സെക്രട്ടറി ടു സ്റ്റാഫ് ആൻഡ് ദി ഔട്ട്സൈഡേഴ്സ്. കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അതല്ലാതെ വർക്കിംഗ് സ്റ്റാഫും ഔട്ട്സൈഡേഴ്സും ആയിട്ടുള്ള ഒരു ഏജൻറ്റ് മാതിരിയാണ് വരുന്നത്. എല്ലാ പോളിസി ഡിസിഷൻസും സെക്രട്ടറിയാണ് സ്റ്റാഫിനും ഔട്ട്സൈഡേഴ്സിനും കൺവേ ചെയ്ത് കൊടുക്കുക. ആസ് ആൻ ഓഫീസർ ഓഫ് ദി എംപ്ലോയി, കമ്പനിയാണ് പ്രിൻസിപ്പൽ ഓഫീസർ, കമ്പനിയാണ് പ്രിൻസിപ്പൾ, കമ്പനി സെക്രട്ടറിയാണ് ഓഫീസർ. അപ്പം കമ്പനി സെക്രട്ടറിന് ഒരു കീ മാനേജർ പേഴ്സണലായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊരു ഓഫീസറാണ്, കമ്പനിയുടെ ഒരു ഓഫീസറായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ആസ് പെർ സെക്ഷൻ 205, ദി കമ്പനി സെക്രട്ടറി ഷാൽ ബി റെസ്പോൺസിബിൾ ഫോർ റിപ്പോർട്ടിംഗ് ടു ദി ബോർഡ് അബൌട്ട് കംപ്ലൈൻസ് വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട്, ദി റൂൾസ് മെയ്ഡ് ദെയർ ആൻഡ് അതർ ലോസ് ആപ്ലിക്കബിൾ ടു ദി കമ്പനി. കമ്പനി സെക്രട്ടറി ബോർഡിന് അതായത് കമ്പനീസ് ആക്ട് പ്രകാരം ഉള്ള എല്ലാ പ്രൊവിഷൻസും ഫുൾഫിൽ ചെയ്തിട്ടാണ് കമ്പനിയുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അതേപോലെ ബാക്കിയുള്ള ലോസ് എല്ലാം കമ്പനിക്ക് ആപ്ലിക്കബിൾ ആവുന്ന എല്ലാ ലോസും ഫുൾഫിൽ ചെയ്തിട്ടാണ്, അതെല്ലാം പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തിട്ട് തന്നെയാണ് കമ്പനി മുൻപോട്ട് പോകുന്നത് എന്നുള്ളതിൻ്റെ ഉള്ള റിപ്പോർട്ടും അത് കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് കമ്പനി സെക്രട്ടറി, ബോർഡിന് റിപ്പോർട്ട് കൊടുക്കേണ്ടത് കമ്പനി സെക്രട്ടറിയാണ്. അതേമാതിരി സെക്രട്ടേറിയൽ സ്റ്റാൻഡേർഡ്സ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ്സ് അത് ഫുൾഫിൽ ചെയ്ത് അതിൻ്റെ കംപ്ലയിൻസ് എല്ലാം ചെയ്തിട്ടാണ് കമ്പനി മുൻപോട്ട് പോകുന്നത് എന്നുള്ളതെല്ലാം അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കമ്പനി സെക്രട്ടറിയാണ്. ഡിസ്ചാർജ് അതർ ഡ്യൂട്ടീസ്, അതേമാതിരി വേറെ എന്തെങ്കിലും ഡ്യൂട്ടീസ് കമ്പനി സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഡിസ്ചാർജ് ചെയ്യേണ്ട ഡ്യൂട്ടീസ് കമ്പനി സെക്രട്ടറിക്ക് ഉണ്ട്. He is bracketed with the manager person including directors and is liable to punishment by way of imprisonment, fine or otherwise for violation of the provisions of the Companies Act. കമ്പനി സെക്രട്ടറിനെ മാനേജർ പേഴ്സണലിൻ്റെ കൂട്ടത്തിന്, അതായത് ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ കൂട്ടത്തിൽ തന്നെയാണ് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഡയറക്ടേഴ്സിന് ലയബിൾ ആയിട്ടുള്ള എല്ലാ ലയബിലിറ്റീസും കമ്പനി സെക്രട്ടറിക്കും വരും. അതായത് എന്തെങ്കിലും പണിഷ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സിന് അതെങ്ങനെ ബാധിക്കുന്നു അതേപോലെ തന്നെ ആയിരിക്കും കമ്പനി സെക്രട്ടറിക്കും അതെല്ലാം ലയബിളാണ്. Company Secretary shall be discharged the following duties, namely to provide the directors of the company collective and individual such guidance as may be required with regard to their duties, responsibilities and powers. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് നമ്മൾ ലേറ്റർ ഓൺ പഠിക്കും. ഇത് ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കമ്പനി സെക്രട്ടറിൻ്റെ ഡ്യൂട്ടിയാണ് കമ്പനിയുടെ ഡയറക്ടറിന് ഇൻഡിവിജ്വൽ ഗൈഡൻസ്, കളക്റ്റീവായിട്ടുള്ള ഗൈഡൻസ് എല്ലാം കൊടുക്കുക. എങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഇതൊക്കെയാണ് ലോ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞ് ഗൈഡൻസ് കൊടുക്കുന്നത് കമ്പനി സെക്രട്ടറിൻ്റെ ഉത്തരവാദിത്തമാണ്. അതേമാതിരി ടു ഫെസിലിറ്റേറ്റ് ദി കൺവീനിങ് ഓഫ് മീറ്റിംഗ് ആൻഡ് അറ്റൻഡ് ബോർഡ് കമ്മിറ്റി ആൻഡ് ജനറൽ മീറ്റിംഗ്സ് ആൻഡ് മെയിൻറ്റെയിൻ ദി മിനിറ്റ്സ് ഓഫ് ദിസ് മീറ്റിംഗ്സ് പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യാൻ, അതേമാതിരി അത് അറ്റൻഡ് ചെയ്യണം. കമ്മിറ്റി മീറ്റിങ്ങും ജനറൽ മീറ്റിംഗ്സും അതെല്ലാം പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യണം. അതേമാതിരി അതിൻ്റെ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ഒക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം കമ്പനി സെക്രട്ടറിൻ്റെതാണ്. To obtain up to approvals from the board, general meeting and the government and such other authorities as required under the provisions of the act. എന്തെങ്കിലും ജനറൽ മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ബോർഡിൻ്റെ എന്തെങ്കിലും കാര്യത്തിന് അപ്രൂവൽ വേണമെന്നുണ്ടെങ്കിൽ ആ അപ്രൂവലൊക്കെ വാങ്ങിക്കേണ്ട ഉത്തരവാദിത്തം കമ്പനി സെക്രട്ടറിയുടേതാണ്. To represent before various regulators and other authorities under the act in connection with discharge of various duties under the act. കമ്പനീസ് ആക്ട് പ്രകാരം എന്തെങ്കിലും ഡ്യൂട്ടീസ് എന്തെങ്കിലും ഡിസ്ചാർജ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെഗുലേഷൻസും അതോറിറ്റീസും എന്തൊക്കെയാണുള്ളത് ആ കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തം, അത് റെപ്രസെൻറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം കമ്പനി സെക്രട്ടറിൻ്റെതാണ്. ടു അസിസ്റ്റ് ദ ബോർഡ് ഇൻ ദ കണ്ടക്ട് ഓഫ് അഫയേഴ്സ് ഓഫ് ദി കമ്പനി, കമ്പനിയുടെ അഫയേഴ്സ് പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യാൻ ബോർഡിനെ ഹെൽപ്പ് ചെയ്യേണ്ടത് കമ്പനി സെക്രട്ടറിയാണ്. ടു അസിസ്റ്റ് ആൻഡ് അഡ്വൈസ് ദി ബോർഡ് ഇൻ എൻഷുറിംഗ് ഗുഡ് കോർപ്പറേറ്റ് ഗവർണൻസ് ആൻഡ് കംപ്ലൈൻ വിത്ത് കോർപ്പറേറ്റ് ഗവർണൻസ് റിക്വയർമെൻറ്റ്സ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസസ്. കോർപ്പറേറ്റ് ഗവർണൻസ് നിങ്ങൾ മേ ബി പഠിച്ചിട്ടുണ്ടാവും. കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി പ്രോപ്പറായിട്ട് ഗവേൺ ചെയ്തു പോകുന്നത് അതായത് ഫുൾ ഒരു കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് വെച്ചാൽ ഫുൾ കോർപ്പറേറ്റ് എൻവയോൺമെൻറ്റിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് കോർപ്പറേറ്റ് ഗവർണൻസ്. അല്ലെ എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് എത്തിക്കലായിട്ടുള്ള ഒരു കമ്പനി മുൻപോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു കോർപ്പറേറ്റ് ഗവർണൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം
കംപ്ലൈ ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള അഡ്വൈസ് എല്ലാം ബോർഡിന് കൊടുക്കേണ്ടതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് കമ്പനി സെക്രട്ടറിയാണ്. ടു ഡിസ്ചാർജ് സച്ച് അതർ ഡ്യൂട്ടീസ് ആസ് ഹാവ് ബീൻ സ്പെസിഫൈഡ് അണ്ടർ ദ ആക്ട് ഓർ റൂൾസ്. വേറെ ഏതെങ്കിലും ആക്ട് അല്ലെങ്കിൽ റൂൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഡ്യൂട്ടീസ് കമ്പനി സെക്രട്ടറിക്ക് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഡിസ്ചാർജ് ചെയ്യണം കമ്പനി സെക്രട്ടറി. സച്ച് അതർ ഡ്യൂട്ടീസ് ആസ് മേ ബി അസൈൻഡ് ബൈ ദി ബോർഡ് ഫ്രം ടൈം ടു ടൈം. ബോർഡ് അതല്ലാതെ വേറെ എന്തെങ്കിലും ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കമ്പനി സെക്രട്ടറി ചെയ്യണം. ആസ് ആൻ അഡ്വൈസർ ടു ദി ബോർഡ്. ഇപ്പോൾ നേരത്തെ നമ്മൾ കുറേ കാര്യങ്ങളിനകത്ത് ബോർഡിന് അഡ്വൈസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഈ കമ്പനി സെക്രട്ടറിക്കാണ് കമ്പനിയുടെ ഉള്ളിലുള്ള കാര്യങ്ങളും ഗവൺമെൻറ്റിൽ എന്തെങ്കിലും പോളിസി ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത്, പിന്നെ അതല്ലാതെ കുറേ ലീഗലായിട്ട്, അതായത് കുറേ ആക്റ്റുകളും റെഗുലേഷൻസും ലോസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അതൊക്കെ നമ്മൾ കമ്പനി സെക്രട്ടറീസാണ് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് അതെല്ലാം അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതും അതിൻ്റെ ഇൻഫോർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യേണ്ട ഉത്തരവാദിത്തം കമ്പനി സെക്രട്ടറിൻ്റെതാണ്. ഇപ്പോൾ എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വേരിയസ് ലീഗൽ മാറ്റേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ബോർഡിനെ അഡ്വൈസ് ചെയ്യേണ്ടതും അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം കമ്പനി സെക്രട്ടറിക്കാണ്. ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എല്ലാ ഫീൽഡിനെ കുറിച്ചും എല്ലാവർക്കും അറിവുണ്ടാവണമെന്നില്ല. അപ്പം ഈ കമ്പനി സെക്രട്ടറിക്കാണ് എല്ലാ ലോസിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളത്. അതാണ് ഈ കമ്പനി സെക്രട്ടറി, അവരതിനകത്ത് പഠിക്കുന്നത് അതാണ്. അവർക്കാണ് ഇതിനെക്കുറിച്ച് നോളജ് ഉണ്ടാവും. അപ്പം ഈ കാര്യങ്ങളെല്ലാം ബോർഡിലെ മെമ്പേഴ്സിനെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം കമ്പനി സെക്രട്ടറിക്കാണ്. അതാണ് ആസ് ആൻ അഡ്വൈസർ ടു ദി ബോർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഡ്യൂട്ടീസ് ഓഫ് കമ്പനി സെക്രട്ടറി. മെയിനായിട്ട് 2 കാറ്റഗറി ആയിട്ടാണ് കമ്പനി സെക്രട്ടറിൻ്റെ ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ്, ഒന്ന് ജനറൽ ഡ്യൂട്ടീസ്. അതിനകത്ത് ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് നോക്കാം. അതിനകത്ത് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസിനെ 2 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അണ്ടർ കമ്പനീസ് ആക്റ്റിൽ വരുന്ന സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ്, പിന്നെ അതർ ആക്ട്സിൽ വരുന്ന സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ്. ഫസ്റ്റ് നമുക്ക് കമ്പനീസ് ആക്റ്റിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് വൺ, കമ്പനിയുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളും എല്ലാം ഓതൻറ്റിക്കേറ്റ് ചെയ്യേണ്ടതും സൈൻ ചെയ്യേണ്ടതും ഉത്തരവാദിത്തം കമ്പനി സെക്രട്ടറിൻ്റെതാണ്. അതേമാതിരി രജിസ്ട്രാർ ഓഫ് കമ്പനീസിനകത്തോട്ട് നെസസറി ആയിട്ടുള്ള ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത് കമ്പനി സെക്രട്ടറിയാണ്. അതേമാതിരി ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രാറിന് അതിനുള്ള നോട്ടീസ് കൊടുക്കേണ്ടത് കമ്പനി സെക്രട്ടറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതേമാതിരി അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ ട്രാൻസ്ഫറിൻ്റെ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് വിത്തിൻ 2 months തന്നെ ഷെയർ സർട്ടിഫിക്കറ്റ് ഡെലിവർ ചെയ്യേണ്ട ഡ്യൂട്ടി കമ്പനി സെക്രട്ടറിൻ്റെതാണ്. അതേമാതിരി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് രജിസ്ട്രേഷൻ ചാർജസും കാര്യങ്ങളും നോക്കേണ്ടത് കമ്പനി സെക്രട്ടറിയാണ്. അതേമാതിരി കമ്പനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സിന് മുമ്പിലും അതേമാതിരി എന്തെങ്കിലും നോട്ടീസോ കാര്യങ്ങൾ എന്തുണ്ടെങ്കിൽ അതിനകത്തൊക്കെ കമ്പനിയുടെ പേരും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി കമ്പനി സെക്രട്ടറിൻ്റെതാണ്. അതുപോലെ ടു മേക്ക് അവൈലബിൾ ഇൻസ്പെക്ഷൻ ഫർണിഷ് കോപ്പീസ് ഓഫ് രജിസ്ട്രാർ ഓഫ് മെമ്പേഴ്സിനുള്ള കോപ്പീസും അതിന് ഇൻസ്പെക്ഷനുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് കമ്പനി സെക്രട്ടറിയാണ്. അതേമാതിരി ജനറൽ മീറ്റിങ്ങിൽ മെമ്പേഴ്സിനുള്ള നോട്ടീസ്, ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിന് മുമ്പ് മെമ്പേഴ്സിന് നോട്ടീസ് അയക്കണം. അതിനുള്ള മെമ്പേഴ്സിന് നോട്ടീസ് അയക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കുന്നത് കമ്പനി സെക്രട്ടറിയാണ്. അതേമാതിരി മീറ്റിങ്ങിൽ ഉള്ള എന്തെങ്കിലും എഗ്രിമെൻറ്റ്സോ റെസൊല്യൂഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് രജിസ്ട്രാറിന് ഫയൽ ചെയ്യേണ്ടത് റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടീസും കമ്പനി സെക്രട്ടറീസാണ്. ജനറൽ മീറ്റിങ്ങിലും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ബോർഡ് മീറ്റിങ്ങിലാണെങ്കിൽ അല്ലെങ്കിൽ അത് കമ്മിറ്റി മീറ്റിംഗ്സ് ആണെങ്കിലും എല്ലാ മീറ്റിങ്ങിനകത്ത് മിനിറ്റ്സ് വെക്കും. ആ മിനിറ്റ്സ് വെക്കേണ്ട ഡ്യൂട്ടി കമ്പനി സെക്രട്ടറിൻ്റെതാണ്. ടു മേക്ക് അവൈലബിൾ ഫോർ ഇൻസ്പെക്ഷൻ രജിസ്ട്രാർ ഓഫ് ഡയറക്ടർ ആൻഡ് കീ മാനേജർ പേഴ്സൺ ആൻഡ് ദെയർ ഷെയർ ഹോൾഡിംഗ്. ഇൻസ്പെക്ഷൻ രജിസ്റ്റർ ഓഫ് ഡയറക്ടർ, അതായത് ഇൻസ്പെക്ഷൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ കീ മാനേജർ പേഴ്സൺസിൻ്റെയോ അവരുടെ ഷെയർ ഹോൾഡിങ്ങിലോ അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെ ഷെയർ ഹോൾഡിങ്ങിലോ അങ്ങനെ എന്തെങ്കിലും ഇൻസ്പെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം അവൈലബിൾ ആക്കേണ്ടത് കമ്പനി സെക്രട്ടറിയാണ്. അതിൻ്റെ വേരിയസ് രജിസ്റ്റേർഡ് ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ഓഫ് ദി കമ്പനിക്ക് ഒരുപാട് രജിസ്റ്റേർഡും നിർബന്ധമായിട്ടും വെക്കേണ്ട കുറേ ബുക്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മിനിറ്റ്സ് ബുക്ക് പോലെയൊക്കെ ഒരുപാട് ബുക്ക് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ നടക്കുന്നുണ്ടോ നോക്കേണ്ടത് കമ്പനി സെക്രട്ടറിയാണ്. അടുത്തത് ഡ്യൂട്ടീസ് അണ്ടർ അതർ ആക്ട്സ്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം Secretary being the principal officer is responsible for the deduction of income tax from the salaries of its employees and its disposition in the government treasury. ഒരു കമ്പനിയിലുള്ള എംപ്ലോയീസിൻ്റെ സാലറീസിന് ഇൻകം ടാക്സ് ഡിഡക്റ്റ് ചെയ്യേണ്ടത് പ്രിൻസിപ്പൽ ഓഫീസറായിട്ടുള്ള കമ്പനി സെക്രട്ടറീൻ്റെ ഉത്തരവാദിത്തമാണ്. അതേമാതിരി ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് പ്രകാരം കുറേ ഡോക്യുമെൻറ്റ്സിൽ പ്രോപ്പറായിട്ട് സ്റ്റാമ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെ റിക്വയർമെൻറ്റ്സ് എല്ലാം ഫുൾഫിൽ ചെയ്തു എന്നുള്ളത് നോക്കേണ്ടത് കമ്പനി സെക്രട്ടറിയാണ്.
അതേമാതിരി അതല്ലാതെ വേറെ ഒരുപാട് ലോസ് ഉണ്ട്. ഫാക്ടറീസ് ആക്ട് ആൻഡ് ഇൻഡസ്ട്രീസ് ഡിസ്പ്യൂട്ട്സ് ആക്ട്, മിനിമം വേജസ് ആക്ട്, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ട ഡ്യൂട്ടി കമ്പനി സെക്രട്ടറീൻ്റെതാണ്. അതാണ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ്. ഇനി അടുത്തത് ജനറൽ ഡ്യൂട്ടീസ്. ഫസ്റ്റ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഓർഡേഴ്സ് ക്യാരി പ്രോപ്പറായിട്ട് നടത്തുക എന്നുള്ളത്. രണ്ടാമത്തത് കമ്പനിയുടെ പോളിസി ഡിസിഷൻസിൽ ബോർഡിനെ ഫോർമുലേറ്റ് ചെയ്യുമ്പം അതിന് ഹെൽപ്പ് ചെയ്യാനുള്ള ഡ്യൂട്ടി ഉണ്ട് കമ്പനി സെക്രട്ടറീസ്. അതേമാതിരി കമ്പനിയുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള, അതായത് കമ്പനി സെക്രട്ടറി എന്ന് പറയുമ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ടുള്ള കമ്പനിയുടെ കുറേ ഇൻഫോർമേഷൻസ് കിട്ടുന്ന ഒരാളാണ്, കോൺഫിഡൻസ് ഇൻഫോർമേഷൻ കിട്ടുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഇൻഫോർമേഷൻസ് ഒന്നും പുറത്ത് വിടാതെ അത് സൂക്ഷിക്കേണ്ട ഒരാൾ കമ്പനി സെക്രട്ടറിയാണ്. അതേമാതിരി സീക്രട്ടായിട്ട് പ്രോഫിറ്റ്സ് ഒന്നും കമ്പനിയുടെ പവറും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടൊന്നും സീക്രട്സ് പ്രോഫിറ്റ്സ് ഒന്നും ഉണ്ടാക്കാനായിട്ട് പാടില്ല. അതേമാതിരി കമ്പനി ഔട്ട്സൈഡേഴ്സും തമ്മിലുള്ള ഒരു മീഡിയം ആൻഡ് ലിങ്കാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡ്യൂട്ടീസ് എല്ലാം പ്രോപ്പർലി ഡിസ്ചാർജ് ചെയ്യണം. അതേമാതിരി ഷെയർ ഹോൾഡേഴ്സിന് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട ഡ്യൂട്ടി കമ്പനി സെക്രട്ടറീൻ്റെതാണ്. അതേമാതിരി കമ്പനിയുടെ ഓഫീസ് വർക്കെല്ലാം പ്രോപ്പറായിട്ട് ഓർഗനൈസ് ആയിട്ടാണോ സൂപ്പർവൈസും കോർഡിനേറ്റും ഒക്കെ ചെയ്യേണ്ട ഡ്യൂട്ടി കമ്പനി സെക്രട്ടറീൻ്റെതാണ്. ഈ കമ്പനി സെക്രട്ടറിൻ്റെ ഡ്യൂട്ടീസിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് കുറച്ച് ലയബിലിറ്റീസ്. അതിനകത്ത് ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റീസ് നോക്കാം. ഡിഫോൾട്ട് ഇൻ ഫയലിംഗ് റിട്ടേൺസ് ആസ് ടു അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് അതിനുള്ള റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനി സെക്രട്ടറിക്ക് 1000 റുപ്പീസ് ഓരോ ദിവസവും 1000 റുപ്പീസ് വെച്ചിട്ട് ഫൈൻ വരും. അപ് ടു 1 lakh റുപ്പീസ് വരെ ഫൈൻ വരും. അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. അതേമാതിരി അടുത്തതാണ് ഡിഫോൾട്ട് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഷെയർ ആൻഡ് ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ്. ഷെയർ സർട്ടിഫിക്കറ്റും ഡിബഞ്ചർ സർട്ടിഫിക്കറ്റും ഡെലിവർ ചെയ്യേണ്ടത് ഉത്തരവാദിത്തം ആരതാണ്? കമ്പനി സെക്രട്ടറിൻ്റെതാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ 2 months ഓഫ് ദി ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കേസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ടു ദി മെമ്മോറാൻഡം. അതിൻ്റെ ടൈം പീരീഡാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മെമ്മോറാൻഡത്തിൻ്റെ സബ്സ്ക്രൈബേഴ്സും അങ്ങനെയുള്ള രീതിയിലാണ് ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കഴിഞ്ഞ് 2 months തന്നെ ഷെയർ സർട്ടിഫിക്കറ്റ്സ് ഡെലിവർ ചെയ്തിട്ടുണ്ടാവണം. അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ആണെന്നുണ്ടെങ്കിലും വിത്തിൻ 2 months എന്നാണ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞത് ആ ഡേറ്റിന് 2 months തന്നെ ഷെയർ സർട്ടിഫിക്കറ്റ് ഡെലിവർ ചെയ്തിട്ടുണ്ടാവണം. വിത്തിൻ എ പീരീഡ് ഓഫ് 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദി കമ്പനി ട്രാൻസ്ഫറോ ട്രാൻസ്മിഷനോ ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ 1 month തന്നെ അങ്ങനത്തെ എന്ത് ട്രാൻസ്ഫറിനുള്ള റെസിപ്റ്റോ അല്ലെങ്കിൽ ട്രാൻസ്മിഷനുള്ള റെസിപ്റ്റോ കിട്ടിയതിന് 1 month തന്നെ അത് ചെയ്തിട്ട് ഷെയർ സർട്ടിഫിക്കറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. വിത്തിൻ എ പീരീഡ് ഓഫ് 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് അലോട്ട്മെൻറ്റ് ഇൻ ദി കേസ് ഓഫ് എനി അലോട്ട്മെൻറ്റ് ഓഫ് ഡിബഞ്ചറിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് 6 months തന്നെ ഡിബഞ്ചർ സർട്ടിഫിക്കറ്റ്സ് ഡെലിവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണം. വേറെ സെക്യൂരിറ്റീസ് ആർ ഡെൽറ്റ് വിത്ത് ഇൻ ഡെപ്പോസിറ്ററിയാണ് സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കമ്പനി ഷാൽ ഇൻറ്റിമേറ്റ് ദി ഡീറ്റെയിൽസ് ഓഫ് ദി അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് ടു ഡെപ്പോസിറ്ററി ഇമീഡിയറ്റ്ലി ഓൺ അലോട്ട്മെൻറ്റ് ഓഫ് സച്ച് സെക്യൂരിറ്റീസ്. കമ്പനി ഈ അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡെപ്പോസിറ്ററിനെ അറിയിച്ചിട്ടുണ്ടാവണം സെക്യൂരിറ്റീസ് അലോട്ട് ചെയ്തതിന് ശേഷം. ദെൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനി സെക്രട്ടറിക്ക് 1000 റുപ്പീസ് മുതൽ 1 lakh റുപ്പീസ് വരെ ഫൈൻ വരും. അടുത്തത് ഡിഫോൾട്ട് റിഗാർഡിംഗ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ആൻഡ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്. പ്രോപ്പറായിട്ട് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സും ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനി സെക്രട്ടറിക്ക് 50,000 റുപ്പീസ് മുതൽ 3 lakh റുപ്പീസ് വരെ ഫൈൻ വരും. പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ 1000 റുപ്പീസ് എവറി ഡേ എന്നുള്ള രീതിയിൽ ഫൈൻ വരും. അടുത്തത് ഡിഫോൾട്ട് ഇൻ ദി ഫയലിംഗ് ഓഫ് പെർട്ടിക്കുലേഴ്സ് റിഗാർഡിംഗ് ചാർജസ്. എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് എന്തെങ്കിലും ഫൈനോ ചാർജോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 6 months വരെ ഇംപ്രിസൺമെൻറ്റ് ഉണ്ടാവും കമ്പനി സെക്രട്ടറിക്ക്. അതേമാതിരി 50,000 റുപ്പീസ് മുതൽ 1 lakh റുപ്പീസ് വരെ ഫൈൻ കിട്ടാനും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിന് രണ്ടും കിട്ടാനും ചാൻസ് ഉണ്ട്. ദെൻ ഡിഫോൾട്ട് റിഗാർഡിംഗ് ദി പബ്ലിക്കേഷൻ ഓഫ് ദി നെയിം ഓഫ് ദി കമ്പനി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിന് മുമ്പിൽ ഇങ്ങനെ കമ്പനിയുടെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളും വേണം. അതേമാതിരി എന്തെങ്കിലും ലെറ്റേഴ്സോ നോട്ടീസസോ പുറത്ത് എന്തെങ്കിലും എല്ലാ പബ്ലിക് കമ്മ്യൂണിക്കേഷനും കമ്പനിയുടെ ഡീറ്റെയിൽസ് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് ചെയ്യുന്ന അത്രയും ദിവസം ഓരോ ദിവസം 1000 റുപ്പീസ് മുതൽ വെച്ചിട്ട് കൊടുക്കണം. നോട്ട് എക്സീഡിങ് മാക്സിമം ലിമിറ്റ് 1 lakh റുപ്പീസാണ്. അങ്ങനെ അതുവരെ ഓരോ ദിവസവും 1000 റുപ്പീസ് വെച്ചിട്ട് ഫൈൻ വരും. ദെൻ ഡിഫോൾട്ട് ഇൻ ഫയലിംഗ് ആനുവൽ റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 50,000 റുപ്പീസ് മുതൽ 5 lakh റുപ്പീസ് വരെ ഫൈൻ വരും. അതേമാതിരി ഡിഫോൾട്ട് ഇൻ ഹോൾഡിംഗ് ആനുവൽ ജനറൽ മീറ്റിംഗ്.
ആനുവൽ ജനറൽ മീറ്റിംഗ് പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 1 lakh rupees വരെ ഫൈൻ വരും. അതേമാതിരി പിന്നീട് ഇത് ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാതെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും 5,000 rupees വെച്ചിട്ട് ഫൈൻ വരും. ദെൻ ഡിഫോൾട്ട് ഇൻ സർക്കുലേഷൻ ഓഫ് മെമ്പേഴ്സ് റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സർക്കുലേറ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി കമ്പനി സെക്രട്ടറിൻ്റെതാണ്. അപ്പോൾ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 25 rupees വരെ ഫൈൻ വരും. ദെൻ ഡിഫോൾട്ട് രജിസ്ട്രിങ് സർട്ടൻ റെസൊല്യൂഷൻസ് ആൻഡ് എഗ്രിമെൻറ്റ്സ് കമ്പനിയുടെ റെസൊല്യൂഷൻസ് എന്തെങ്കിലും പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് രജിസ്ട്രാറിന് അറിയിക്കേണ്ട റെസ്പോൺസിബിലിറ്റി കമ്പനി സെക്രട്ടറിൻ്റെതാണ്. അപ്പോൾ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 1 lakh rupees മുതൽ 5 lakh rupees വരെ ഫൈൻ വരും. അതേമാതിരി ഡിഫോൾട്ട് ഇൻ റെക്കോർഡിംഗ് ദി മിനിറ്റ്സ് ഓഫ് ദി ബുക്ക് മീറ്റിംഗ്സിൻ്റെ മിനിറ്റ്സ് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 5,000 rupees വരെ ഫൈൻ വരും. അതേമാതിരി പ്രോപ്പറായിട്ട് മിനിറ്റ്സ് ബുക്ക് വെച്ചിട്ടില്ല, ഇൻസ്പെക്ഷൻ എന്തെങ്കിലും മെമ്പേഴ്സ് എന്തെങ്കിലും അതിൻ്റെ കോപ്പീസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 5,000 rupees വരെ മെമ്പേഴ്സ് അങ്ങനെ കോപ്പി ചോദിച്ചു കഴിഞ്ഞാൽ വിത്തിൻ 7 daysനുള്ളിൽ തന്നെ കോപ്പി കൊടുക്കണം. അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 5,000 rupees വരെ ഫൈൻ വരും. ഫെയിലർ ടു ഗീവ് നോട്ടീസ് ടു ബോർഡ് മീറ്റിംഗ് നടക്കുന്നതിന് മുമ്പ് നോട്ടീസ് കൊടുക്കണം. അങ്ങനെ നോട്ടീസ് കൊടുത്തിട്ടില്ല, മീറ്റിംഗ് നടക്കുന്നതിന് 7 daysനുള്ളിൽ നോട്ടീസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് 55,000 rupees വരെ പെനാൾട്ടി വരും. അപ്പോൾ മീറ്റിങ്ങിന് മുമ്പ് നോട്ടീസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 25,000 rupees വരെ ഫൈൻ വരും. അതേമാതിരി രജിസ്റ്റർ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ലിസ്റ്റ്, അതേമാതിരി ഈ മാനേജർ പേഴ്സണിൻ്റെ ഷെയർ ഹോൾഡിങ്ങിൻ്റെ അവരുടെ എല്ലാവരുടെ ഷെയർ ഹോൾഡിങ്ങിൻ്റെ പ്രോപ്പറായിട്ടുള്ള ബുക്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 50,000 rupees മുതൽ 5 lakh rupees വരെ ഫൈൻ വരും. ദെൻ ഫെയിലർ ടു മെയിൻറ്റെയിൻ രജിസ്റ്റർ ഓഫ് ഇന്റർ കോർപ്പറേറ്റ് ലോൺസ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, വേറെ ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനിയായിട്ട് ലോൺസോ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്റ്റർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ 2 years വരെ ഇംപ്രിസൺമെൻറ്റ് വരും. അതേമാതിരി 25,000 rupees മുതൽ 1 lakh rupees വരെ ഫൈൻ വരാനും ചാൻസ് ഉണ്ട്. The secretary shall be liable for fine and punishment if he violates the provisions of the Income Tax Act, Indian Stamp Act. അതല്ലാതെ വേറെ കുറേ ലോസ് ഉണ്ട്, അതിൻ്റെ ഡ്യൂട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ ഡ്യൂട്ടീസ് ഒന്ന് ഫുൾഫിൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ആ ആക്ടിൻ്റെ പ്രൊവിഷൻസ് അനുസരിച്ച് അതിനുള്ള ഫൈൻസും പണിഷ്മെൻറ്റ്സും കിട്ടും കമ്പനി സെക്രട്ടറിക്ക്. ഇനി കോൺട്രാക്ച്വൽ ലയബിലിറ്റീസ് വിച്ച് അറൈസ് ഔട്ട് ഓഫ് ഹി സർവീസ് എഗ്രിമെൻറ്റ്, ദേ ആർ ആസ് ഫോളോസ്. കമ്പനിക്ക് എന്തെങ്കിലും ലോസോ ഡാമേജോ സംഭവിച്ചിട്ടുണ്ട്, ഈ കമ്പനി സെക്രട്ടറി പ്രോപ്പറായിട്ട് അവരുടെ ഡ്യൂട്ടീസ് പ്രോപ്പറായിട്ട് ഡിസ്ചാർജ് ചെയ്തതുകൊണ്ട് അവരുടെ ഡ്യൂട്ടീസ് പ്രോപ്പറായിട്ട് ചെയ്യാത്ത കാരണം എന്തെങ്കിലും കമ്പനിക്ക് എന്തെങ്കിലും ലോസോ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലയബിലിറ്റി കമ്പനി സെക്രട്ടറിക്കാണ്. അതേമാതിരി അവരുടെ അതോറിറ്റിക്ക് പുറത്തായിട്ട് അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലയബിലിറ്റി കമ്പനി സെക്രട്ടറിക്കാണ്. അതേമാതിരി അവരുടെ പൊസിഷൻ യൂട്ടിലൈസ് ചെയ്ത് എന്തെങ്കിലും സീക്രട്ട് പ്രോഫിറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലയബിലിറ്റി കമ്പനി സെക്രട്ടറിക്കാണ്. അതേമാതിരി എന്തെങ്കിലും സീക്രട്ട് ഇൻഫോർമേഷൻസ് അയാളുടെ കമ്പനിയുടെ സീക്രട്ട് ഇൻഫോർമേഷൻ പുറത്തോട്ട് ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് കോൺട്രാക്ച്വൽ ലയബിലിറ്റീസ് ഉണ്ടാവും. അതേമാതിരി കമ്പനീനെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ എംപ്ലോയ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് എന്തെങ്കിലും ഫ്രോഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റോ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലയബിലിറ്റി കമ്പനി സെക്രട്ടറിക്കാണ്. ഇനി അടുത്തത് റൈറ്റ്സ് ഓഫ് എ കമ്പനി സെക്രട്ടറിക്ക് എന്തൊക്കെ റൈറ്റ്സ് ആണ് ഉള്ളത് നോക്കാം. ഫസ്റ്റ്, കൺട്രോൾ ആൻഡ് സൂപ്പർവൈസ് ദി വർക്കിംഗ് ഓഫ് ഹിസ് ഡിപ്പാർട്ട്മെൻറ്റ്. അയാളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൺട്രോളും സൂപ്പർവിഷൻ്റെ റൈറ്റ് കമ്പനി സെക്രട്ടറിക്കാണ്. അതേമാതിരി കമ്പനിയുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ ഓതൻറ്റിക്കേഷൻ സിഗ്നേച്ചർ ഇടാനുള്ള റൈറ്റ് കമ്പനി സെക്രട്ടറിക്കാണ്. അയാളുടെ ഡ്യൂട്ടീസ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ലോസ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയാക്കേണ്ട അത് ഇൻഡെമിനിഫൈ ചെയ്യാനുള്ള റൈറ്റ് കമ്പനി സെക്രട്ടറിക്ക് ഉണ്ട്. അതേമാതിരി അയാൾക്ക് റെമ്യൂണറേഷൻ കിട്ടാനുള്ള റൈറ്റ് കമ്പനി സെക്രട്ടറിക്ക് ഉണ്ട്. ബട്ട് എ കമ്പനി സെക്രട്ടറി ഹാസ് നോ റൈറ്റ് ടു ബോറോ മണി ഇൻ ദി നെയിം ഓഫ് ദി കമ്പനി ഓർ ടു മേക്ക് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ഓർ രജിസ്റ്റർ before transfer share without the express authority or consent of the board of directors. He has no authority to call a meeting of the company. കമ്പനിയുടെ മീറ്റിംഗ് വിളിക്കാനുള്ള അതോറിറ്റി കമ്പനി സെക്രട്ടറിക്കില്ല. അതേമാതിരി കമ്പനിയുടെ പേരിൽ എന്തെങ്കിലും പൈസ ബോറോ ചെയ്യാനോ അതേമാതിരി ഷെയർസ് അലോട്ട് ചെയ്ത് കൊടുക്കാനോ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനോ ഇതിനുള്ളത് രജിസ്റ്റർ ചെയ്യാനുള്ള അതോറിറ്റി ഒന്നും കമ്പനി സെക്രട്ടറിക്കില്ല. അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കൺസെൻറ്റ് അതിന് വേണം. അടുത്തത് റോൾ ഓഫ് എ കമ്പനി സെക്രട്ടറിയുടെ റോളാണ്. കമ്പനി സെക്രട്ടറി ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഫീസറിൻ്റെ റോളും അതേമാതിരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറിൻ്റെ റോളും ഒക്കെയാണ് കമ്പനി സെക്രട്ടറിക്ക് ഉള്ളത്. അതിനകത്ത് ഫസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഫീസറിൻ്റെ റോൾ നോക്കാം. ആസ് എ പ്രിൻസിപ്പൽ ഓഫീസർ ഓഫ് ദി കമ്പനി സെക്രട്ടറി ഇസ് റെസ്പോൺസിബിൾ ഫോർ സ്ട്രിക്ട് കംപ്ലയൻസ് ഓഫ് ദി വേരിയസ് പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട് ആൻഡ് റിക്വയർമെൻറ്റ്സ് ഓഫ് അതർ ആക്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ കുറേ ആക്ട്സ് ഉണ്ട്, കാര്യങ്ങളുണ്ട് കമ്പനി സെക്രട്ടറി നോക്കേണ്ടത്. ഒരു കമ്പനിയുടെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് വേണ്ടിയിട്ട് കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രോപ്പറായിട്ട് കംപ്ലൈ ചെയ്യുന്നുണ്ട്
കമ്പനി സ്ട്രിക്റ്റ് കംപ്ലയൻസ് ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി കമ്പനി റിസ്ട്രിക്റ്റ് ആയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുന്നതിൻ്റെ നോക്കുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി കമ്പനി സെക്രട്ടറിക്കാണ്. അപ്പം അതൊരു സ്റ്റാറ്റ്യൂട്ടറി ഓഫീസറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ആസ് എ സ്റ്റാറ്റ്യൂട്ടറി ഓഫീസർ ദി കമ്പനി സെക്രട്ടറി ഈസ് റെസ്പോൺസിബിൾ ടു കംപ്ലൈ വിത്ത് ദി പ്രൊവിഷൻസ് ഓഫ് അതർ ആക്ട്സ് ആസ് സച്ച് ഇൻകം ടാക്സ്. തന്നെയാണ് നേരത്തെ പറഞ്ഞ കുറേ ആക്ട്സ് ഉണ്ട്, അതിൻ്റെ എല്ലാ പ്രൊവിഷൻസും പ്രോപ്പറായിട്ട് കംപ്ലൈ ചെയ്യുന്നത് നോക്കേണ്ട ഉത്തരവാദിത്തം കമ്പനി സെക്രട്ടറിൻ്റെതാണ്. അടുത്തത് കോർഡിനേറ്റർ. The company secretary is the link between the board of directors and other executives of the company. The board lay down the policy decisions, but it is the secretary who ensures their proper implementation. Company secretary board members ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കമ്പനിയുടെ എക്സിക്യൂട്ടീവ്സിനെ ഒരു ലിങ്കായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഒരു കമ്പനിയുടെ പോളിസി ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്. പക്ഷെ അതെല്ലാം പ്രോപ്പറായിട്ട് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം കമ്പനി സെക്രട്ടറിൻ്റെതാണ്. അപ്പം അവിടെ ഒരു കോർഡിനേറ്റർ എന്നുള്ള രീതിയിലാണ് കമ്പനി സെക്രട്ടറി വർക്ക് ചെയ്യുന്നത്. ആൻഡ് എൻഷുറിംഗ് ദാറ്റ് ദ പോളിസി ഡിസിഷൻസ് ആർ ഡ്യൂലി carried out, and if there are some matters which require further consideration, the secretary shall place them before the board and convey the decision of the board to the concerned department. നേരത്തെ പറഞ്ഞു പോളിസി ഡിസിഷൻസ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നത് കമ്പനി സെക്രട്ടറിയാണ്. അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ എന്തെങ്കിലും മാറ്റങ്ങളോ വരുത്താനുണ്ടെന്നുണ്ടെങ്കിൽ അത് ബോർഡിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി കമ്പനി സെക്രട്ടറിക്കാണ്. അങ്ങനെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിയിക്കേണ്ട ഉത്തരവാദിത്തം കമ്പനി സെക്രട്ടറിക്കാണ്. അതാണ് കോർഡിനേറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. കമ്പനിയുടെ പ്രോപ്പറായിട്ട് എഫക്റ്റീവായിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നുണ്ടെന്ന് നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി കമ്പനി സെക്രട്ടറിക്കാണ്. അയാളാണ് കൺട്രോൾ. കുറേ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും ഒരു കമ്പനിക്ക്. അപ്പോൾ അതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഫങ്ഷനിങ് പ്രോപ്പറാണ്, അതെല്ലാം കോർഡിനേറ്റഡ് ആണ്, അതെല്ലാം സൂപ്പർവൈസ് അതിൻ്റെ കൺട്രോൾ എല്ലാം ചെയ്യേണ്ടത് കമ്പനി സെക്രട്ടറിയാണ്. He has to ensure the safety and proper maintenance of the assets and properties of the company. കമ്പനിയുടെ എല്ലാ അസറ്റ്സും പ്രോപ്പർട്ടീസും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിൻ്റെ സേഫ്റ്റിയും എൻഷുർ ചെയ്യേണ്ടത് കമ്പനി സെക്രട്ടറീസാണ്. ആ കമ്പനിയുടെ എല്ലാ റെക്കോർഡ്സും കാര്യങ്ങളും പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി കമ്പനി സെക്രട്ടറിക്കാണ്. അതാണ് കമ്പനി സെക്രട്ടറി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണെന്ന് പറയാൻ കാരണം. അപ്പോൾ അതാണ് യൂണിറ്റ് 15. താങ്ക് യു.